കോഴിക്കോട് ലൈംഗിക പീഡന കേസിൽ പ്രതിക്ക് 26 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും അരീക്കൽ സ്വദേശി അബ്ദുൾ റഹീമിനാണ് കോഴിക്കോട് പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പല തവണ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കി എന്നായിരുന്നു കേസ്. മുബാറക്കുണ്ട് വിവരങ്ങളുമായി. മുബാറക്ക്, എന്താണ് വാർത്തയിലെ വിശദാംശങ്ങൾ? ശരിക അതീവ ഗൗരവകരമായൊരു കുറ്റത്തിനാണ് ഇന്ന് കോഴിക്കോട് ഫസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി വിധി പറഞ്ഞത്. കോഴിക്കോട് പെരുവയൽ അരീക്കൽ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഹീം എന്നയാൾക്കെതിരെയാണ് ഈ കോടതിയുടെ വിധി. ഇയാൾ പ്രായപൂർത്തിയാകാത്ത, തന്റെ കുടുംബത്തിലെ തന്നെ അടുത്ത ബന്ധുവായിട്ടുള്ള പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെ തന്റെ വീട്ടിലും തന്റെ വീട്ടുകളിലും വെച്ച് പലതവണ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. ഇയാൾക്കെതിരെ 26 വർഷത്തെ കഠിന തടവിനും 60,000 രൂപ പിഴയ്ക്കുമാണ് ഇപ്പോൾ പോക്സോ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇത് 2019-20 കാലഘട്ടങ്ങളിലായിരുന്നു പ്രതി ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാവുന്നത്. തുടർന്ന് 2021 വീട്ടുകാർ ഈ വിഷയം അറിയുകയും പോലീസിൽ പരാതിപ്പെടുകയുമായിരുന്നു. തുടർന്ന് 2021 പോലീസ് അന്വേഷണം ആരംഭിക്കുകയും പ്രതിക്കെതിരായ കുറ്റം തെളിയുകയും ചെയ്തു. എന്തായാലും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളും മൊഴികളും ശരിവെച്ചുകൊണ്ട് കോടതി സുപ്രധാനമായ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇയാൾ ഈ പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം അധിക തടവ് കൂടി ഇയാൾ അനുഭവിക്കേണ്ടതായി വരും. എന്തായാലും പോക്സോ കേസിലെ ഈ വിധി ജഡ്ജിയായ അമ്പിളി CS-ന്റേതായിരുന്നു ഈ കോടതി വിധി. ഇതിൽ മാവൂർ പോലീസ് സ്റ്റേഷനിലെ SI ആണ് ശ്യാം എന്നൊരു SI ആണ് ഇത് കേസ് രജിസ്റ്റർ ചെയ്തതും. പിന്നീട് അശോകൻ, വിപിൻ കുമാർ എന്നിവരാണ് അന്വേഷണം നടത്തിയതും. എന്തായാലും ഇയാൾക്ക് 26 വർഷത്തെ കഠിന തടവിനുള്ള ഒരു വിധി വന്നിരിക്കുന്നു. 60,000 രൂപ പിഴയുമുണ്ട് എന്നുള്ളതാണ് വിവരം. ശരിക. കോഴിക്കോട് നിന്ന് മുബാറക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.